എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടാൻ പ്രധാന കാര്യം എന്നെപ്പറ്റി കുറച്ചു നാളായി അപകീർത്തി പ്രസ്താവനകളും തികച്ചും വ്യാജ ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡോക്ടർ ചുമാൻ ഉണ്ണികൃഷ്ണൻ. ഞാൻ MBBS പിന്നെ MD ഇൻ ഇന്റേണൽ മെഡിസിനും പിന്നെ ഡയബറ്റോളജിയിൽ ഒരു ഫെലോഷിപ്പും ക്രിട്ടിക്കൽ കെയറിൽ ഒരു ഫെലോഷിപ്പും അതുപോലെ തന്നെ ഇന്റർനാഷണൽ മെഡിക്കൽ ജേർണലിൽ ഒരു പ്രബന്ധവും അവതരിപ്പിച്ച 16 വർഷം എക്സ്പീരിയൻസുമുള്ള ഒരു ഫിസിഷ്യനാണ്. അതുപോലെ തന്നെ ദുബായ് മെഡിക്കൽ ലൈസൻസ്, അബുദാബി മെഡിക്കൽ ലൈസൻസ്, റഷ്യൻ മെഡിക്കൽ ലൈസൻസ്, ഇന്ത്യൻ മെഡിക്കൽ ലൈസൻസും ഞാൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ 2016 മികച്ച ഫിസിഷ്യനുള്ള വേൾഡ് ഹെൽത്ത് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷന്റെ അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഏകദേശം 60-ൽ പരം രോഗികളെ പല ആശുപത്രികളിലായി വെന്റിലേറ്ററിന്റെയും പേസ് മേക്കറിന്റെയും സഹായത്താൽ മരണത്തിന്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന ഒരു ഡോക്ടറും കൂടെയാണെന്ന് അറിയിക്കട്ടെ. അതിൽ പാമ്പ് കടിയേറ്റവരുണ്ട്, വിഷം കഴിച്ചവരുണ്ട്, തൂങ്ങി മരിക്കാൻ ശ്രമിച്ചവരും പിഞ്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടും. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. 8/8/2024 പനിയും വയറുവേദനയുമായിട്ട് ട്വിങ്കിൾ ഹോസ്പിറ്റലിൽ സുരേന്ദ്രൻ K എന്ന പേഷ്യന്റ് വന്നു. സിംറ്റമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം പേഷ്യന്റിന്റെ വയറിന്റെ അൾട്രാസൗണ്ട് സ്കാനും തുടർന്ന് CT സ്കാനും ചെയ്യുകയുണ്ടായി. അതിൽ നിന്നും അദ്ദേഹത്തിന്റെ വയറ്റിൽ ഒട്ടനവധി വലിയ മുഴകൾ കാണപ്പെട്ടു. അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ലിംഫോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ രോഗത്തിന്റെ ലക്ഷണമായി തോന്നിയത് കൊണ്ട് തന്നെ റീജിയണൽ ക്യാൻസർ സെന്റർ ട്രിവാൻഡ്രത്തിലോട്ട് ഞാൻ റെഫർ ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ അവർ ബയോപ്സിയും പെറ്റ് സ്കാനും ചെയ്ത ശേഷവും ഒന്നും ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കാൻ കഴിയാതെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ RCC ട്രിവാൻഡ്രം തന്നെ കിംസ് ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റിനെ കൊണ്ടുപോവുകയും അവിടെ രണ്ടാമത് ബയോപ്സി ചെയ്യുകയും പിന്നെ മെഡിക്കൽ കോളേജിൽ കിഡ്നി ബയോപ്സി വരെ ചെയ്തിട്ടും അസുഖം നിർണ്ണയിക്കാൻ സാധിച്ചില്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അവിടെ ഞാൻ അറിഞ്ഞത് അവർ എനിക്ക് തന്ന പ്രിസ്ക്രിപ്ഷൻ പ്രകാരം, അതായത് മരുന്നിന്റെ കുറിപ്പടി പ്രകാരം ടാക്സിൻ ഗുളികയും പാൻറ്റോപ്പ് ഗുളികയും കൊടുത്തുവിട്ടു. കൂടെ ഒരു കത്തും ഉണ്ടായിരുന്നു. അതിൽ രോഗിയെ 24 മണിക്കൂർ ഒബ്സർവേഷൻ ചെയ്യണം, ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കണം എന്നും മറ്റുമായിരുന്നു അതിലെ നിർദ്ദേശം. എനിക്ക് അത്ഭുതം തോന്നി. കാരണം 2 ടീച്ചിങ് ഹോസ്പിറ്റലുകൾ, കിംസ്, RCC, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, അവിടെ 2 മാസത്തോളം ചികിത്സ കഴിഞ്ഞിട്ടും രോഗം നിർണ്ണയിക്കാൻ സാധിക്കാതെ തിരിച്ച് എൻ്റെ അടുത്ത് വന്നതിൽ എനിക്ക് അത്ഭുതം തോന്നി. അവർ എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മതിയായി, സാർ തന്നെ നോക്കിയാൽ മതി, ഫിസിഷ്യനെ കാണിക്കാനല്ലയോ പറഞ്ഞത്. ശരി, അവരുടെ റിക്വസ്റ്റിനെ മാനിച്ച് ഞാൻ ആ രോഗിയെ മേഴ്സി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും പിന്നെ തുടർ ചികിത്സയും ചെയ്യുകയാണ് ഉണ്ടായത്. മേഴ്സി ഹോസ്പിറ്റലിൽ വരുന്നവരേക്കും ആ രോഗി കണ്ടിന്യൂസ് ആയിട്ട് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, വളരെ ക്ഷീണിതനായിരുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, മെറോപെനം എന്നുള്ള ഒരു ഇഞ്ചക്ഷൻ അവർ 5 ദിവസം ആ രോഗിക്ക് കൊടുത്തിരുന്നു. അതൊരു ഹയർ ആന്റിബയോട്ടിക്സ് ആണ്. ഏകദേശം ഒരു 2,500 രൂപ വില വരുമെന്ന് ഞാൻ കരുതുന്നു ഒരു ഇഞ്ചക്ഷന്. അങ്ങനെ ഒരു 10 ഇഞ്ചക്ഷനോളം എടുത്തിട്ടുണ്ട്. അത്രയും എടുത്തിട്ടും ഒരു മനുഷ്യന്റെ ടെമ്പറേച്ചർ കുറയുന്നില്ല എങ്കിൽ അത് എന്തിന്റെ ടെമ്പറേച്ചർ ആകും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നതിനാൽ പിന്നെ എനിക്ക് ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആ പേഷ്യന്റിന്റെ ലിവർ എൻസൈംസ് നോർമൽ ആയിരുന്നു, അതായത് LFT ലിവറിന്റെ പ്രവർത്തനം നോർമൽ ആയിരുന്നു, വൃക്കകളുടെ പ്രവർത്തനവും നോർമൽ ആയിരുന്നു. കുറച്ച് മന്ദീഭവിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. ക്രിയാറ്റിൻ ഏകദേശം ഒരു 1.2 സംതിങ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. മഞ്ഞപ്പിത്തമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹെപ്പാറ്റൈറ്റിസ് B ഡയഗ്നോസ് ചെയ്തിരുന്നു. ഞാൻ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള മുഴകൾ ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് ചികിത്സിക്കാൻ പറ്റാതെ വരികയും ബയോപ്സിയിൽ പ്രത്യേകിച്ച് ക്യാൻസറിന്റെ ലക്ഷണങ്ങളൊന്നും കാണാതെ വരികയും ESR കൂടി വരികയും വിട്ടുമാറാത്ത പനി വരികയും വരുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാർ, പ്രത്യേകിച്ച് രോഗി
വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സാധാരണ ഒരു സെക്കൻഡ് ലൈൻ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ ആന്റി ട്യൂബർക്കുലർ ഡ്രഗുകളാണ് സ്റ്റാർട്ട് ചെയ്യാറ്, അതായത് TB-ക്കുള്ള മരുന്ന്. കാരണം മുഴയുടെ ഒരു കാരണം ക്യാൻസറും ഇൻഫെക്ഷനും കൂടാതെ ട്യൂബർക്കുലോസിസ് കൂടെ തന്നെയാണ്, അദ്ദേഹത്തിന്റെ ഏജ് കൂടെ കണക്കിലെടുക്കുമ്പോൾ, ടെമ്പറേച്ചർ കണക്കിലെടുക്കുമ്പോൾ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ മകനോട് അതിന്റെ സാധ്യതകളെ കുറിച്ച് സംസാരിച്ചു. മകൻ അതിനു മുമ്പേ RCCയിലെ ഡോക്ടറും ഇതേ അഭിപ്രായം പറഞ്ഞു എന്ന് എനിക്ക് വാട്സാപ്പ് സന്ദേശത്തിൽ എനിക്ക് അയച്ചിരുന്ന ഓഡിയോ മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്, കൈവശമുണ്ട്. അത് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. ഡോക്ടറെ, ഇതിപ്പം 2-3 ദിവസം മുമ്പ് എടുത്ത പെറ്റ് സ്കാനാ. അന്നേരം അതിന്റെ റിസൾട്ട് വന്ന അന്നേരം RCC കാണിച്ചപ്പോൾ അവര് ആകെ കൺഫ്യൂഷനിലാന്നാ പറയുന്നത് ഡോക്ടർമാർ അവിടുത്തെ. എന്തായാലും 1-ാം തീയതി ഒന്ന് അച്ഛനില്ലാതെ ഒറ്റയ്ക്ക് വരാം. അച്ഛൻ ഇപ്പം ഒത്തിരി അങ്ങ് വീക്കായി, അങ്ങ് തളർന്ന് വോമിറ്റിങ്ങും കാലയിലെല്ലാം നീരും അതും ഇതും എല്ലാം ഇപ്പം തീരെ വയ്യാതായി. അന്നേരം അവർ RCCയിലെ ഡോക്ടർ ഇത് കണ്ടിട്ട് TB-യുടെ ആണോന്നോട് ഇങ്ങനെ ഒന്ന് സംശയം പറഞ്ഞു. എന്തായാലും 1-ാം തീയതി അവരിതെല്ലാം ഒന്ന് പഠിച്ചിട്ട് 1-ാം തീയതി വരാൻ പറഞ്ഞു. അന്ന് ഞാൻ അവരോട് പറഞ്ഞത് എനിക്കും ആ സംശയം ഉണ്ടായിരുന്നു, പക്ഷെ അവർ ബയോപ്സി ചെയ്യട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്നാണ് അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത നിർദ്ദേശം. പിന്നെ പിൽക്കാലത്ത് എൻ്റെ അടുത്ത് വരികയും ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയും, ശരി എന്നാൽ സാറ് നമുക്ക് മുമ്പിൽ വേറെ ഓപ്ഷനുകളില്ലല്ലോ, അച്ഛൻ്റെ പനി കുറയ്ക്കണമല്ലോ, എന്നാൽ സാർ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്താട്ടെ എന്നുള്ള വെർബൽ ഓർഡർ പ്രകാരം ഞാൻ ആ TB മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി നിങ്ങളുടെ അറിവിലേക്ക് ആന്റി ട്യൂബർക്കുലർ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. WHO-യുടെ ട്രീറ്റ്മെന്റ് ഓഫ് ട്യൂബർക്കുലോസിസ് ഗൈഡ് ലൈൻ 4th എഡിഷൻ പ്രകാരം, അതൊരു 140 പേജുള്ള ഒരു ബുക്കാണ്. അതിൽ 130-ാം പേജിൽ റെക്കമെൻഡേഷൻ 7.4 പ്രകാരം അവർ എഴുതിയിരിക്കുന്നത്, ഇൻ സെറ്റിംഗ്സ് വെയർ DST റിസൾട്ട്സ് ആർ നോട്ട് റൂട്ടീൻലി അവൈലബിൾ ടു ഗൈഡ് ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഷ്യൻസ്, ദ എംപെരിക്കൽ റെജിമെൻ വിൽ കണ്ടിന്യൂ ത്രൂ ഔട്ട് ദ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് എന്നാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് meaning you can start treatment with a standard 4-drug regimen even before confirmed diagnosis, particularly if there is a high clinical suspicion of tuberculosis. This approach is considered appropriately in high burden areas or when a patient is critically ill. അതായത് TB-യുടെ ടെസ്റ്റുകൾ വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെ TB-യുടെ ടെസ്റ്റ് ചെയ്യാതെ തന്നെ ചില സാഹചര്യങ്ങളിൽ എംപെരിക്കലി നമ്മൾ ഈ ആന്റി ട്യൂബർക്കുലർ ഡ്രഗുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇവിടെ ഭാഗ്യമെന്നെ ഞാൻ TB-യുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ദിവസം തന്നെ ആ രോഗിയുടെ ടെമ്പറേച്ചർ ശമിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം അവിടുന്ന് ഒരു ഫെന്റാനിൽ എന്ന് പറഞ്ഞ ഒരു പാച്ച് ഒട്ടിച്ചാണ് RCCയിൽ നിന്ന് വിട്ടിരുന്നത് ആ രോഗിയെ. ആ ഫെന്റാനിൽ എന്ന് പറയുന്നത് ഒരു പെയിൻ കില്ലറാണ്. ആ പാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റർ പോലെ ഒട്ടിക്കുന്നതാണ് ശരീരത്തിൽ. അതിലൂടെ മരുന്ന് ഊറി പതുക്കെ ശരീരത്തിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുവഴി വേദന കുറയും. അപ്പോൾ ആ ഫെന്റാനിൽ പാച്ച് തീരുമ്പം അദ്ദേഹത്തിന്റെ മരുമകൾ അവിടെ പോയി ആ പാച്ച് മേടിച്ചോണ്ട് വന്ന് ഒട്ടിക്കുക പതിവായിരുന്നു. അപ്പോൾ ഈ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ്, നമ്മൾക്ക് ഇന്ന് ഫെന്റാനിൽ പാച്ച് ഒന്ന് റിമൂവ് ചെയ്യാം, എന്നിട്ട് എങ്ങനെയുണ്ടാ എന്ന് നോക്കാം. അപ്പൊ ഞാൻ അന്നത്തെ ദിവസം ടെമ്പറേച്ചർ കുറഞ്ഞ ദിവസവും ഫെന്റാനിൽ പാച്ച് ഞാൻ ഒട്ടിച്ചില്ല. അതിന്റെ അടുത്ത ദിവസവും ഫെന്റാനിൽ പാച്ച് ഞാൻ ഒട്ടിച്ചില്ല. രോഗിക്ക് പെയിൻ ഇല്ലായിരുന്നു, ടെമ്പറേച്ചർ ഇല്ലായിരുന്നു. അദ്ദേഹം തികച്ചും ആരോഗ്യവാനായി മാറുകയാണ് ഉണ്ടായത് എന്ന് ഞാൻ അറിയിക്കട്ടെ. അങ്ങനെ എന്റെ ചികിത്സയുടെ അനന്തരഫലമായി 10-ാം തീയതി വളരെ ആരോഗ്യവാനായും നേരത്തെ സൂചിപ്പിച്ച പോലെ സന്തോഷവാനുമായാണ് അദ്ദേഹം ആശുപത്രി വിട്ടത്. ആശുപത്രി വിടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രഷർ, സോഡിയം, പൊട്ടാസ്യം, ഷുഗർ എല്ലാം നോർമൽ ആയിരുന്നു. അതിന്റെ റെക്കോർഡ്സ് മേഴ്സി ഹോസ്പിറ്റലിലുണ്ട്. ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ മകൻ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. എന്നോട് പറഞ്ഞു, വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് നല്ലപോലെയൊക്കെ തന്നെയാണ് ഇരുന്നത്, പിന്നെ കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിന് ഇപ്പം വീണ്ടും ഒരുമാതിരി ക്ഷീണവും, പിന്നെ ആഹാരമൊന്നും കഴിക്കുന്നില്ല, ആഹാരമൊക്കെ തുപ്പുന്നു, ഇപ്പം ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ശരി കൊണ്ടുവരൂ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് സോഡിയം വല്ലതും കുറഞ്ഞതായിരിക്കാം എന്നാണ് ഞാൻ അനുമാനിച്ചിരുന്നത്. കാരണം അദ്ദേഹം വന്നപ്പോഴും അദ്ദേഹത്തിന്റെ സോഡിയവും പൊട്ടാസ്യവും കുറവായിരുന്നു, പിന്നെ ടെമ്പറേച്ചറും ഉണ്ടായിരുന്നു.
ആഹാരം ഒന്നും നേരാവണ്ണം കഴിക്കുന്നില്ല എന്നും മറ്റുമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം പറഞ്ഞിരുന്നത്. ഒരു നിർജ്ജലീകരണ അവസ്ഥയിലായിരുന്നു അദ്ദേഹം, അതായത് ഡീഹൈഡ്രേറ്റഡ് ആയിരുന്നു. നടത്തിയ രക്തപരിശോധനയിലും അറിയാൻ കഴിഞ്ഞത് ആൽബുമിന്റെ അളവ്, സോഡിയം പൊട്ടാസ്യത്തിന്റെ അളവ് ഗണ്യമായി കുറവായിരുന്നു എന്നാണ്. സാധാരണ രീതിയിൽ ആൽബുമിന്റെ അളവ് കുറയുന്നത് ലിവറിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനം മന്ദീഭവിക്കുമ്പോഴോ ആണ്. സോ അത് വല്ലതുമാണോ? ഇനി ടി ബി ഡ്രഗ് കൊടുക്കുമ്പോൾ ചില സമയം ലിവറിനൊക്കെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്, അത് നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ട്, അത് വേറെ കാര്യം. 12 ദിവസം മറ്റേ ടി ബി ഡ്രഗ് കൊടുത്തുള്ളൂ, അതും ഈ സമയത്ത് ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അപ്പം LFT നോർമലാണ്, ലിവറിന്റെ പ്രവർത്തനം നോർമലാണ്, വൃക്കകളുടെ പ്രവർത്തനം നോർമലാണ് അദ്ദേഹത്തിൻ്റെത്. പിന്നെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൽ ന്യൂട്രീഷൻ, അതായത് പോഷകാഹാരക്കുറവ്. കൃത്യമായിട്ട് ആഹാരം കഴിക്കാതിരുന്നാൽ ആൽബുമിന്റെ അളവ് കുറയാം. സോ ഞാൻ അങ്ങനെ ഒരു നിഗമനത്തിലാണ് ഞാൻ എത്തിയത്. അതിന്റെ ഭാഗമായിട്ട് ആദ്യം ഞാൻ അദ്ദേഹത്തിന് ആൽബുമിൻ ഒരു 3 യൂണിറ്റ് അദ്ദേഹത്തിന്റെ സിരകളിൽ കുത്തിയിടുകയും പിന്നെ മൂക്കിലൂടെ റൈൽസ് ട്യൂബ് ഇട്ട് അതുവഴി ആഹാരം കൊടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു, പോഷകാഹാരങ്ങൾ, എസ്പെഷ്യലി എഗ് വൈറ്റ്. അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ നേരിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. രാവിലെ അദ്ദേഹം കിടന്ന് ഉറങ്ങുകയായിരുന്നു. സിസ്റ്ററിനോട് ചോദിച്ചു, അതെന്തേ പേഷ്യന്റ് രാവിലെ 11 മണിയായിട്ടും ഇങ്ങനെ ഉറങ്ങുന്നത്? രാത്രി മൊത്തം ഉറങ്ങില്ല സാറേ, ഇങ്ങനെ ഇരിക്കുക, അങ്ങനെയൊക്കെ ഇരിക്കാന്ന് വെച്ചാൽ ഞാൻ അതുകൊണ്ടായിരിക്കും പകൽ കിടന്ന് ഉറങ്ങുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ താടിയിൽ ഇങ്ങനെ തട്ടിയിട്ട്, അച്ഛാ എന്തൊരു ഉറക്കം ഇത്, എഴുന്നേറ്റ്, ആരാ വന്നേന്ന് നോക്ക്, ആരാന്ന് മനസ്സിലായോ? ഞാൻ ടിങ്കിളിലെ ഡോക്ടറാ, ചുമേന എന്ന് നോക്കി എന്നോട് ഒന്ന് മന്ദഹസിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ മകനെ ചാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അനിൽ സംസാരിക്കൂ. ഞാൻ അദ്ദേഹത്തിനോട് ഈ കുശലാന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അച്ഛൻ വാ വഴി ആഹാരം കഴിക്കും എന്ന് ഉറപ്പ് എനിക്ക് തരുവാണെങ്കിൽ മൂക്കിലെ ട്യൂബ് ഞാൻ ഊരിത്തരാം. എന്നോട് പറഞ്ഞു, ഞാൻ ആഹാരം വാ വഴി കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഞാൻ മൂക്കിരുന്ന റൈൽസ് ട്യൂബ് ഊരി കൊടുക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് സിസ്റ്ററിനെ കൊണ്ട് ശകലം വെള്ളം കുടിപ്പിച്ചു. കാരണം എനിക്ക് ഉറപ്പിക്കണമല്ലോ ആ പേഷ്യന്റ് അത് കുടിക്കുന്നു, അത് അന്നനാളത്തിൽ തന്നെയാണ് പോകുന്നത്, അല്ലാണ്ട് ശ്വാസനാളത്തിലല്ല പോകുന്നത് എന്നുള്ള ഒരു ഉറപ്പ് വരുത്തേണ്ട ആവശ്യം എനിക്കുണ്ട്. കാരണം ആസ്പിറേഷന്റെ ഒരു പോസിബിലിറ്റി റിസ്ക് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ അപ്പോൾ ചുമച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പേഷ്യന്റിന് കുറച്ച് ഡ്രൗസി ആണെങ്കിലും ആഹാരം കഴിക്കാൻ പറ്റുമെന്ന്. ഞാൻ ചോദിച്ചു, എന്ത് ആഹാരം വേണം അച്ഛന്? അച്ഛൻ പറഞ്ഞു, എനിക്ക് ദോശ മതി മോനെ എന്ന് പറഞ്ഞു. ഞാൻ അനിലിനോട് പറഞ്ഞു, അതായത് അദ്ദേഹത്തിന്റെ മകനോട്, ശരി ദോശ മേടിച്ചുകൊണ്ട് വരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നും ഇല്ല ഒരു അത്ര ക്ഷീണിതനായ മനുഷ്യന് ഒരു ദോശ മൊത്തം കഴിക്കുമെന്ന്. എന്തെങ്കിലും അദ്ദേഹത്തിന് ആ ദോശ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിന് എന്തെങ്കിലും ഇച്ചിരി കഴിക്കുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഇനി ICUയിൽ തുടരേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു, റൂമിലേക്ക് മാറ്റാം, ഇനി ബാക്കി ട്രീറ്റ്മെന്റ് ഇനി ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മറ്റ് ഭാവിയിൽ ഒന്നുകൂടെ റീഅസസ് ചെയ്തിട്ട്, അതായത് ഞാൻ ഉദ്ദേശിച്ചത് റിപ്പീറ്റ് CT ചെയ്ത് മുഴയുടെ ഇത് കുറയുന്നോ, വലിപ്പം കുറയുന്നോ തുടക്കത്തിൽ നിന്ന്, ഇതൊക്കെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്നിട്ടാണ് ഞാൻ അന്ന് എനിക്ക് കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അന്ന് നേരത്തെ എനിക്ക് ആശുപത്രി വിടേണ്ടി വന്നു. 2 ദിവസം ഞാൻ ലീവാണെന്ന് ഞാൻ ധരിപ്പിക്കുകയും ചെയ്തു. എനിക്ക് പകരം കോളിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിസിഷ്യൻ അവിടെ ഉണ്ടാകുമെന്നും പറഞ്ഞു. നഴ്സുമാർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തു. എന്നിട്ടാണ് ഞാൻ ആശുപത്രി വിട്ടത്. മറ്റൊരു കാര്യം, അദ്ദേഹം ഈ ഫേസ്ബുക്ക് ചാനലിൽ പറഞ്ഞത് ഞാൻ മെഡിക്കൽ കോളേജിലെ മരുന്നുകളെല്ലാം നിർത്തിയിട്ട് എൻ്റെ മരുന്നുകൾ ആണ് ഞാൻ തുടങ്ങിയത് എന്നുള്ള ഒരു ആരോപണമാണ്. TB മരുന്ന് സ്റ്റാർട്ട് ചെയ്തതിന്റെ സാഹചര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ വേണമെങ്കിലും നോക്കാം. WHO ഗൈഡ് ലൈൻസ് ഫോർ മാനേജ്മെന്റ് ഓഫ് ട്യൂബർകുലോസിസ് 4th എഡിഷൻ ബുക്കാണ് അത്. 140 പേജുള്ള ബുക്കാണത്. അതിൽ 132-ാം പേജിൽ 130-ാം പേജിൽ റെക്കമെൻഡേഷൻ 7.4 പ്രകാരം ഉള്ള പ്രോട്ടോകോളാണ് ഞാൻ പാലിച്ചത്. സോ അതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ രണ്ടാമത് നിർത്തലാക്കിയ മെഡിക്കൽ കോളേജിലെ മരുന്നിന്റെ പേരാണ് ടോർസിമൈഡ്. അതൊരു ലൂപ്പ് ഡയൂററ്റിക് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ആണ്. അദ്ദേഹം ആശുപത്രിയിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സോഡിയവും പൊട്ടാസ്യവും കുറവായിരുന്നു. ഈ ലൂപ്പ് ഡയൂററ്റിക് എന്ന് പറഞ്ഞാൽ ആ മരുന്ന് കഴിച്ചാൽ
മൂത്രം ഒരുപാട് പോകും. സാധാരണ നീര്, ഹാർട്ട് ഫെയിലിയർ, ഒരുപാട് നീരൊക്കെ വരുന്നുള്ള അസുഖങ്ങളുടെ സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന ലാസിക്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ ഒരു മരുന്നാണ് ടോർസമേഡ്. അപ്പം അദ്ദേഹം ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൊട്ടാസ്യം വീണ്ടും കുറയത്തേ ഉള്ളൂ. പൊട്ടാസ്യം എന്ന് പറഞ്ഞ ലവണം ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഹൃദയാഘാതം പോലെ മാരകമായ ഭവിഷ്യത്തുകൾ വരും. അതുകൊണ്ടാണ് ആ ടോർസമേഡ് എന്ന് പറഞ്ഞ മരുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. രണ്ടാമത്തെ മരുന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് ഇവിയോൺ എന്ന് പറഞ്ഞ ഒരു ഗുളികയാണ്. അത് വിറ്റമിൻ ഇ ആണ്. അത് വളരെ കെയർഫുൾ ആയിട്ട് വേണം കിഡ്നിക്കോ ലിവറിനോ ഇഷ്യൂസ് ഉള്ള പേഷ്യൻറ്റിന് കൊടുക്കാൻ. മാത്രമല്ല ആ മരുന്ന് ഈ പേഷ്യൻറ്റിന് കിഡ്നിക്കും ലിവറിനും ചെറിയ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് കൊടുക്കുന്നത് പന്തിയല്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടും പ്രത്യേകിച്ച് കൂടുതൽ ബെനിഫിറ്റ് ഇവിയോൺ കൊടുത്താൽ കിട്ടത്തില്ല എന്ന് ഉള്ള ബോധമുള്ളത് കൊണ്ടുമാണ് ആ മരുന്ന് ഞാൻ നിർത്തലാക്കിയത്. പിന്നെ അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്ന മരുന്നാണ് ഗ്ലിപ്റ്റിൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്. അത് ഷുഗറിന് ഉള്ള ഗുളികയാണ്. അത് ഞാൻ നിർത്തിയിട്ട് നല്ല ബെറ്റർ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ ആക്കി, 3 നേരമുള്ള ഹ്യൂമൻ അക്ട്രാപ്പഡ് ഇൻസുലിൻ ആക്കി. അതാകുമ്പോൾ നമുക്ക് ഷുഗറിന്റെ അളവനുസരിച്ച് ഷുഗറിനെ നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ അതിൽ വേറൊരു മരുന്ന് അവർ ഇതിനകത്ത് എഴുതിയ സോഡിയം ബൈകാർബണേറ്റ്. അത് വെട്ടിയപ്പോൾ ഞാൻ ആ മരുന്നെല്ലാം വെട്ടിയെങ്കിലും സോഡിയം ബൈകാർബണേറ്റിന് പകരം നോഡോസിസ് എന്ന് പറഞ്ഞ ഒരു മരുന്നാണ് ഞാൻ കൊടുത്തത്. പക്ഷേ ഫലത്തെ രണ്ടും ഒന്ന് തന്നെയാണ്. അവരത് സോഡിയം ബൈകാർബണേറ്റ് എന്ന് എഴുതിയിരിക്കുന്നു, നോഡോസിസ് എന്ന് അതിനൊരു ബ്രാൻഡ് നല്ലൊരു കമ്പനിയുടെ മരുന്ന് കൊടുത്തു. പിന്നെ ടെനോഫോവിർ എന്ന് പറഞ്ഞൊരു മരുന്ന് ഹെപ്പാറ്റൈറ്റിസ് ബിക്ക് അത് അവർ കൊടുത്തിരുന്നു. അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല. കാരണം അത് ഒരു ഹെപ്പാറ്റൈറ്റിസ് ബി അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ട് ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഞാൻ സ്റ്റോപ്പ് ചെയ്ത മരുന്നുകൾ ഇത്രയുമാണ്. യുഡിലീവ് അത് ഓൾറെഡി അവർ കൊടുക്കുന്നുണ്ട്. അത് ഒരു ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മരുന്നാണ് എന്നാണ് വൈപ്പെങ്കിലും അതിൻ്റെയൊക്കെ സ്റ്റഡീസ് ഇനിയും ഇൻകൺക്ലൂസീവ് ആണ്. അത് സാധാരണ കൂടുതലും പിത്തസഞ്ചിയിലെ കല്ല് അത് അങ്ങനെയുള്ള സമയങ്ങളിലാണ് കൊടുക്കുന്നത്. സിറോസിസ് അങ്ങനെ പിത്തസഞ്ചിയിൽ നിന്ന് പിത്തമധികം ലിവറിലോട്ട് വന്ന് ലിവറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ്. ചെറിയ ലിവർ എൻസൈംസ് എലിവേഷനൊന്നും യുഡിലീവ് വലിയ റോളൊന്നും ഇല്ല. ബട്ട് എന്നിരുന്നാലും യുഡിലീവ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ആകെ സ്റ്റോപ്പ് ചെയ്ത് ടോർസമേഡ്, ഇവിയോണ്, പിന്നെ ഷുഗറിന്റെ ടാബ്ലറ്റ്. അതിന് പകരം ഞാൻ വേണ്ടുന്ന മരുന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു. അവസാനമായി അദ്ദേഹം പറഞ്ഞ എല്ലാം ഞാൻ കുറിച്ച് വെച്ചിരുന്നു. സ്റ്റാഫുകളോട് കയർത്തു, സ്റ്റാഫുകളോട് ദേഷ്യപ്പെട്ടു എന്ന്. റൈസ് ട്യൂബ് ഇട്ട് ഫീഡ് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ട് പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സ്റ്റാഫ് ആ പേഷ്യൻറ്റിന് മൂക്കിലൂടെ ആ റൈസ് ട്യൂബിലെ കഞ്ഞി മാത്രം കൊടുക്കുന്നു. ആൽബുമിൻ ഇത്രയും കുറവുള്ള ഒരു പേഷ്യൻറ്റിന്, ആൽബുമിൻ കുത്തിയിടേണ്ട സാഹചര്യം വന്ന പേഷ്യൻറ്റിന് പോഷകാഹാരം വളരെ നിർബന്ധമാണ്. എസ്പെഷ്യലി മുട്ടയുടെ വെള്ള കൊടുക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. അത് കൊടുക്കാതെ കഞ്ഞി മാത്രം കൊടുക്കുന്നത് കണ്ടിട്ട് സിസ്റ്ററെ എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? മുട്ടയുടെ വെള്ള കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്താ? ഒരുപക്ഷെ അത് എൻ്റെ എടുത്തുചാട്ടമായിരുന്നിരിക്കാം. കഞ്ഞിക്ക് ശേഷം മുട്ടയുടെ വെള്ള കൊടുക്കാനായിരിക്കും ഒരുപക്ഷെ ആ പാവം നഴ്സ് ഉദ്ദേശിച്ചിരുന്നത്. അത് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് അത് തോന്നിയത്. അതിനുശേഷമുള്ള ഒരു അലിഗേഷൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ തികച്ചും വ്യക്തിപരമായ കുറച്ച് പ്രക്ഷോഭങ്ങളാണ് ഉണ്ടായത്. അതിൽ എൻ്റെ വോയിസ് ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ കേൾപ്പിച്ചിരുന്നു. അത് 26-ാം തീയതി ഞാൻ എൻ്റെ വീട്ടിലിരുന്ന സമയത്ത് ഞാൻ ലീവായിരുന്നു, ഞാൻ ആശുപത്രിയിൽ പോയില്ല, എൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ വീട്ടിലിരുന്ന് ഒരു കാലത്ത് എൻ്റെ സുഹൃത്തും എൻ്റെ നാട്ടുകാരനുമായ അനിലിനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ അത് തികച്ചും വ്യക്തിപരമാണ്. പക്ഷെ അദ്ദേഹം അത് ഞാൻ എന്തോ ആണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അത് പ്രചരിപ്പിച്ചു. എന്തായാലും ഞാൻ ഈ പറഞ്ഞതെല്ലാം 100% സത്യസന്ധതയോടെയാണ് എന്ന് ദൈവത്തിന്റെ നാമത്തിൽ കരുതും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇതിന്റെ എല്ലാ തെളിവുകളും RCCയിലെ പെറ്റ് സ്കാന്, ബയോപ്സി റിപ്പോർട്ട്, അൾട്രാസൗണ്ട് റിപ്പോർട്ട്, ട്രിവാൻഡ്രം RCCയിലെ മെറോപ്പനോ 5 ദിവസം കൊടുത്തതിന്റെ പ്രിസ്ക്രിപ്ഷന്,
പിന്നെ മെഡിക്കൽ കോളേജിന്റെ പ്രിസ്ക്രിപ്ഷന്, പിന്നെ മേഴ്സിയിൽ ഞാൻ കൊടുത്ത ട്രീറ്റ്മെന്റിന്റെ എല്ലാ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസും എല്ലാം ആർക്ക് വേണേലും പരിശോധിക്കാവുന്നതാണ്. പിന്നെ ഇത്രയും നിങ്ങൾ താഴ്മയായി കേൾക്കണം. ഇതിൽ പറഞ്ഞതിലൊന്നും ഞാൻ തെറ്റായിട്ടുള്ള ഒരു ആരോപണങ്ങളും പറഞ്ഞിട്ടില്ല. ഇതാരെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് പറയുകയാണ്. ഇതല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല. അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ, നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ. എന്തായാലും ഒരു പനി, ചുമ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കാത്ത അതിലേറെ സങ്കീർണമായിട്ടുള്ള അസുഖങ്ങൾ ചികിത്സിക്കുന്ന ഒരു ഫിസിഷ്യനാണ് ഞാൻ എന്ന് എന്നെ അറിയാവുന്ന ഡോക്ടർമാർക്കും എൻ്റെ രോഗികൾക്കും, ഞാൻ ജീവൻ രക്ഷിച്ച രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും അറിയാം. ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും അവരുടെ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും ജീവൻ രക്ഷിച്ചത് എന്ന് ഒരു നിമിഷമെങ്കിലും അവരെന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ 60 ഞാനൊരു വട്ടിക്കണക്ക് പറഞ്ഞതേ ഉള്ളൂ, ചിലപ്പോൾ 100 വരും. അത്രയും പേരുടെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാകും. ദൈവം എനിക്ക് നല്ലത് വരുത്തും. ഫർദറായിട്ടും എല്ലാവർക്കും സേവനം ചെയ്യാൻ ദൈവം തമ്പുരാൻ എനിക്ക് വാഗ്ദത്തം തരുവാണെങ്കിൽ അത് നടപ്പിലാക്കും. മറ്റതെല്ലാം ദൈവത്തിൻ്റെ ഹിതം പോലെ. അദ്ദേഹത്തിന് പദ്ധതികൾ കാണുമല്ലോ. ശരി, നന്ദി, നമസ്കാരം.